ജനങ്ങൾക്ക് കരുതലും കൈത്താങ്ങുമായി താലൂക്ക് തല അദാലത്തിൽ പരാതികൾക്ക് പരിഹാരം. കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം താലൂക്ക് തല അദാലത്തിൽ മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്ത നിരവധി പരാതികളാണ് തീർപ്പാക്കിയത്. മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയത്. അത് ഞാൻ ആരെ കൂടെയും പറയാനും എനിക്ക് ഒരു മടിയില്ല. പിന്നെ വലിയ സന്തോഷം. ഇന്ന് തന്നെ അതിനുള്ള പരിഹാരം മന്ത്രി പറഞ്ഞു. ഒരുപാട് നന്ദി. റേഷൻ കാർഡിനുള്ള അപേക്ഷ മുതൽ ഭൂമിയിൽ കരമൊടുക്കാനുള്ള അനുമതി വരെ തേടിയെത്തിയവർ, വീടിന് അപേക്ഷ നൽകി കാത്തിരുന്നവർ, എല്ലാവർക്കും മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്ത താലൂക്ക് അദാലത്തിൽ പരിഹാരം. കാർഡ് മാറി കിട്ടി. അതിൽ സന്തോഷം. പിന്നെ വലിയ സന്തോഷം. മേനംകുളം സ്വദേശിനി ശൈലജയ്ക്ക് സ്വന്തം ഭൂമിയിൽ കരമടയ്ക്കുന്നതിന് 20 വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത്. ശൈലജയുടെ വിഷമത്തിന് അന്തിമ പരിഹാരമായ ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈമാറുകയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആരെ കൂടെയും പറയാനുള്ള ഒരു സന്തോഷമൊക്കെയാണ്. ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു പട്ടയം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയത്. അത് ഞാൻ ആരെ കൂടെയും പറയാനും എനിക്ക് ഒരു മടിയില്ല. ഭിന്നശേഷിക്കാരായതിനാൽ ഉറ്റവർ പോലും ഉപേക്ഷിച്ച ദമ്പതികളുടെ വീടെന്ന സ്വപ്നത്തിനാണ് പരിഹാരമായത്. കഠിനംകുളം സ്വദേശികളായ സുരേഷും പാർവതിയും മണ്ണും വീടും പദ്ധതിയിൽ പഞ്ചായത്തിന്റെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പുമായാണ് മടങ്ങിയത്. ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി വന്നതാണ്. ഇവർ രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ്. ഇവർക്ക് മണ്ണും വീടും പദ്ധതിയിൽ ഇവരുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേർക്കും കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്തവരാണ്. മുൻഗണനാ ലിസ്റ്റിൽ മന്ത്രി ഞങ്ങൾക്ക് ഇവരുടെ പേര് ഉൾപ്പെടുത്തി സഹായിച്ചു. ഇന്ന് തന്നെ അതിനുള്ള പരിഹാരം മന്ത്രി പറഞ്ഞു. ഒരുപാട് നന്ദി. തിരുവനന്തപുരം താലൂക്ക് അദാലത്തിൽ മന്ത്രി GR അനിലും വി ശിവൻകുട്ടിയും MLA-മാരും മേയർ ആര്യ രാജേന്ദ്രനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറും പരാതി പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.